വലിയ നോയമ്പ് കാലത്ത് യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലേക്കുള്ളതായ യാത്രയെ നാം ധ്യാനിക്കുന്നു. കാൽവറി ക്രൂശിൽ നാട്ടപ്പെട്ടത് 3 കുരിശുകളാണ്. ആ 3 കുരിശുകൾക്കും ഞാനൊരു പേര് ഇടുവാനായിട്ട് താല്പര്യപ്പെടും. കാൽവറിയിൽ നാട്ടപ്പെട്ട 3 കുരിശിൽ ഒന്ന് യേശുക്രിസ്തുവിൻ്റെതായിരുന്നു. ഇടത്തും വലത്തും ക്രൂശിക്കപ്പെട്ടത് 2 കള്ളന്മാരാണ്. ക്രൂശ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ സിംബൽ ഓഫ് ഷെയിം, നിന്ദയുടെ അടയാളമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതോടുകൂടി തന്നെ അതിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. എ സിംബൽ ഓഫ് ഷെയിം ടേൺഡ് ഇൻ ടു ഗ്ലോറി. നിന്ദയുടെ അടയാളമായിരുന്നതായ കുരിശ് വന്ദിക്കുന്ന ഒരടയാളമായി തീരുവാൻ കാരണക്കാരൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് നടുവിലും ഇരുഭാഗത്തും 2 കള്ളന്മാരുടെ കുരിശുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കുരിശിന് ഞാനൊരു പേരിടുവാൻ താല്പര്യപ്പെടുന്നത് റെബലിയസ് ക്രോസ് എന്ന് പറയും. റെബലിയസ് ക്രോസ് എന്ന് പറയുമ്പോൾ മറുതലിപ്പിൻ്റെ കുരിശ്. ആ കുരിശിൽ കിടന്നുകൊണ്ടാണ് നടുവിലെ കുരിശിൽ കിടന്ന യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി യേശുക്രിസ്തുവിനെ കളിയാക്കുന്നതും ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറയുന്നതുമൊക്കെ ആ കള്ളൻ്റെ ഒരു മറുതലിപ്പിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തെ കള്ളൻ വലതുഭാഗത്തെ കള്ളൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. ആ കള്ളൻ ചെയ്തത് യേശുക്രിസ്തു ഒരു റെഡീമറാണ്, രക്ഷകനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, യേശുവേ ദാവീദ് പുത്ര, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഈ റിപ്പൻറ്റൻസ്, അനുതാപം കാണിച്ചതായ മഹൽ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. അവനോട് യേശുക്രിസ്തു പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. അവന് ഈ താഴ്ന്ന സ്ഥലത്തു നിന്നും, പ്രതിസന്ധികളുടെ അനുഭവത്തിൽ നിന്നും, കള്ളന്മാരുടെ ഗണത്തിൽ നിന്നുമൊക്കെ ഉയർത്തപ്പെട്ട് സ്വർഗോന്നതികളിലേക്ക് ഉയർത്തപ്പെട്ടതായ ഒരു വ്യക്തിയായി തീരുന്നു. ഉണ്ട് ഈ നോയമ്പ് കാലത്ത് അനുതാപം നമുക്ക് ആവശ്യമാണ്. അനുതാപം നമുക്ക് മറ്റൊരിടത്ത് കാണുവാൻ സാധിക്കും. വേദപുസ്തകം അത് നമ്മളെ പഠിപ്പിക്കുന്നു. അത് ബർബാസിൻ്റെ ഒരു ചിത്രമാണ്. ബർബാസിനെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ. ജോൺ ഓക്സൻഹാം എന്ന് പറയുന്നതായ ഒരു ചരിത്രകാരൻ ബർന്നബാസിനെക്കുറിച്ച് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബർന്നബാസ് ക്രൂശിൻ്റെ ചുവട്ടിൽ ചെന്ന് യേശുക്രിസ്തുവിൻ്റെ മുഖം കണ്ടു. കാരണം ബർബാസിനെയാണ് വിട്ടിരിക്കുന്നത്, യേശുക്രിസ്തുവിനെ പകരം ക്രൂശിച്ചിരിക്കുകയാണ്. കള്ളനായിരിക്കുന്ന, ദുഷ്ടനായിരിക്കുന്നതായ ബർബാസ് ക്രൂശിൻ്റെ ചുവട്ടിൽ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ചെന്ന് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ തലയടിച്ചിട്ട് പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു, ഐ ഷുഡ് ഹാവ് ബീൻ ഹാങ്ങിങ് ദെയർ, നോട്ട് യു ബട്ട് യു സേവ്ഡ് മീ. അയ്യോ, ഞാനായിരുന്നു ഈ ക്രൂശിൽ തൂക്കപ്പെട്ട് കിടക്കേണ്ടത്, പക്ഷെങ്കിൽ എനിക്ക് വേണ്ടി നീ ക്രൂശിൽ യാഗമായി തീർന്നു. അതുകൊണ്ട് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഐ ഷുഡ് ഹാവ് ബീൻ ഹാങ്ങിങ് ദെയർ, നോട്ട് യു ബട്ട് യു സേവ്ഡ് മീ. നമുക്കിങ്ങനെ പറയാൻ സാധിക്കുന്നു. ഈ നോയമ്പ് കാലത്ത് കർത്താവേ, ഞങ്ങൾ ക്രൂശിൽ തൂങ്ങേണ്ടതായ അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ രക്ഷിച്ച ഒരു രക്ഷകനെയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞങ്ങൾ മരിക്കേണ്ടത് നീ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ഓർത്ത് അവനെ അനുകരിച്ച് അവൻ്റെ മുമ്പിൽ അനുതാപത്തോടെ, റിപ്പൻറ്റൻസോടെ ജീവിപ്പാനായിട്ട് നമ്മെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അതിന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ.